നമസ്കാരം. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ പാവപ്പെട്ട ചെത്ത് തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടാണ്. പാവപ്പെട്ട നിർധരരായ പാവങ്ങളാണ്, വളരെ നിർധരരായ. അപ്പോൾ ഈ പാവങ്ങൾ ഒരു ദിവസം 4 പന 5 പനയാണ് കയറുന്നത്. അപ്പോൾ ഇവർക്ക് ആകെ വരുമാനം വളരെ തുച്ഛമാണ്. അപ്പോൾ ഈ പാവപ്പെട്ട തൊഴിലാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട് തന്നെ വളരെ ശോചനീയ അവസ്ഥയായിരിക്കും. വളരെ പാവങ്ങളുടെ അവസ്ഥയാണ്. എല്ലാവരും നമുക്ക് അറിയാം, നമ്മുടെ ആൾക്കാർ തന്നെയാണ്, പാവങ്ങളാണ്. അപ്പോൾ ഈ പാവങ്ങളെ നമുക്ക് എങ്ങനെ സംരക്ഷിക്കാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു ചെറിയ വിനീതമായ അഭിപ്രായം. അപ്പോൾ ഈ പന 5 കയറുന്നത് ഏകദേശം ഒരു 25-30 പന കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് ഒരു 1000 രൂപയോ 2000 രൂപയോ കൂലിയെങ്കിലും ഇവർക്ക് തയ്യും. അപ്പോൾ എങ്ങനെ ചെയ്യാൻ പറ്റും പറഞ്ഞാൽ, ഇവർ ഷാപ്പിൽ കൊണ്ട് അളക്കുന്ന സമയത്ത് ഇവർക്ക് 10 ലിറ്റർ 15 ലിറ്ററാണ് ആകെ അളക്കാൻ കഴിയുന്നത്. അതൊരു 50 ലിറ്ററോ 100 ലിറ്ററോ ഇവർക്ക് എങ്ങനെ അളക്കാൻ കഴിയുമെന്നാണ് ഞാനിങ്ങനെ പഠിച്ചത്. അപ്പോൾ ഇവർക്ക് കേരളത്തിൻ്റെ AC ബാറുകളുണ്ട്, അതേപോലെ നോൺ AC ബാറുകളുണ്ട്. ഇതിലേക്ക് ഈ കള്ളിനെ നമ്മൾ ഡയറക്റ്റായിട്ട് അങ്ങോട്ട് അളന്നു കഴിഞ്ഞാൽ ഈ പാവപ്പെട്ട നമ്മുടെ സ്വന്തം തൊഴിലാളികളെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം സഹോദരന്മാർ, ഈ പാവങ്ങളെ നമുക്ക് സംരക്ഷിക്കാനും പറ്റും. ഇവരുടെ ജീവിതകാലം മുഴുവൻ ഇവർക്ക് ഒരു റീമാർക്കും ഇല്ലാണ്ട് ഈ തൊഴിൽ ചെയ്യാനും പറ്റും. ഇപ്പം നമ്മുടെ കേരളത്തിൽ നിന്നായാലും വിദേശത്തു നിന്നായാലും ഈ ബാറിൽ വന്ന് മദ്യപിക്കുന്ന ആൾക്കാർ ബ്രാൻഡി കഴിക്കുന്നുണ്ട്, ബീർ കഴിക്കുന്നുണ്ട്, വിസ്കി കഴിക്കുന്നുണ്ട്, അങ്ങനെയുള്ള എല്ലാ വിദേശ മദ്യവും കഴിക്കുന്നുണ്ട്. നമ്മളുടെ അഭിമാനമായ ഭാരതത്തിൻ്റെ അഭിമാനമായ കേരളത്തിൻ്റെ അഭിമാനമായ ഈ കള്ളിനെ നമ്മൾ പ്രോത്സാഹിപ്പിച്ചാൽ ശരീരത്തിനും യാതൊരു കുഴപ്പമില്ല. മദ്യത്തിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നതല്ല. എന്നാൽ ഈ യാഥാർത്ഥ്യം ഈ പാവപ്പെട്ട തൊഴിൽ ചെയ്യുന്ന ഈ പാവങ്ങളിനെ സംരക്ഷിക്കുക എന്ന് മാത്രമാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഈ വീഡിയോൻ്റെ ഉദ്ദേശം. നമ്മൾ വിദേശ മദ്യം ധാരാളമായി കഴിക്കുന്ന ആൾക്കാരാണ്. അതിൻ്റെ കൂടെ ഈ പാവങ്ങൾക്ക് 1 ലിറ്റർ കള്ളിന് ഇപ്പോൾ ഷാപ്പിൽ വില വന്നിട്ട് 55-60 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ 1 ലിറ്ററിന് കഴിക്കുകയാണെങ്കിൽ 100 രൂപയോ 110 രൂപയിൽ ഒതുങ്ങുകയും ചെയ്യും. മദ്യം കഴിക്കുന്ന പാവപ്പെട്ട ആൾക്കാർക്ക് ബാറിൽ പോയിട്ട് സമാധാനത്തിലുള്ള മദ്യം കഴിക്കുകയും ചെയ്യാം. AC ഇരിക്കാൻ പറ്റും, കൂളായിട്ടുള്ള തണുപ്പിച്ച് കഴിക്കാൻ പറ്റും, എല്ലാം കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ ഒരിക്കലും ഒരു തെറ്റില്ല. അപ്പോൾ ഈ പാവങ്ങൾക്കുള്ള കൂലിയും കാര്യങ്ങളും കിട്ടുകയും ചെയ്യും. പാവപ്പെട്ട ആൾക്കാർക്ക് മദ്യം ബാറിൽ പോയിട്ട് സമാധാനത്തിൽ കഴിക്കുകയും ചെയ്യുക. അതിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. അല്ലാണ്ട് ഞാൻ മദ്യത്തിന് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്ന ആളല്ല. എന്നാലും നമ്മളുടെ പാവപ്പെട്ട സഹോദരന്മാരിനെ പരമാവധി നമ്മുടെ ഗവൺമെൻറ് SIS വകുപ്പായാലും അതേമാതിരി ഭാരതത്തിൻ്റെ ആയാലും പരമാവധി സംരക്ഷിക്കുക എന്ന് മാത്രമാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. നമസ്കാരം.